Gurudevan TV, the true spiritual channel of Bharat. ശ്രീലക്ഷ്മി നരസിംഹായ നമോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗുരുദേവൻ ടിവിയിലെ പുതിയൊരു ക്ഷേത്ര ഐതിഹ്യ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസങ്ങളിലൊന്നാണ് കാർത്തിക മാസം. കാർത്തിക മാസത്തെ മാധവ മാസമെന്നും ദാമോദര മാസമെന്നും വിളിക്കാറുണ്ട്. ഭഗവാൻ വിഷ്ണു സാളഗ്രാമ രൂപത്തിൽ വൃന്ദയെ, അതായത് തുളസി ദേവിയെ വിവാഹം ചെയ്തത് കാർത്തിക മാസത്തിലാണ്. കാർത്തിക മാസത്തിലാണ് തുളസി കല്യാണ പൂജ നടത്തുന്നത്. കാർത്തിക പൗർണമി ദിനത്തിലാണ് കാർത്തിക മാസം അവസാനിക്കുന്നത്. ഈ വർഷം നവംബർ 5-നാണ് കാർത്തിക പൗർണമി വരുന്നത്. എല്ലാവർക്കും കാർത്തിക പൗർണമി ആശംസകൾ നേരുന്നു. ഹിരണ്യകശിപു ഹൈന്ദവ പുരാണങ്ങളിലെ ഒരു അസുര രാജാവാണ്. ഹിരണ്യകശിപുവിന്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ വിഷ്ണുവിന്റെ വരാഹ അവതാരം വധിച്ചതിന് പ്രതികാരമായിട്ടാണ് ഹിരണ്യകശിപു മഹാവിഷ്ണുവിനോട് ശത്രുതയിലായത്. ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ എന്ന പേരിൽ മഹാവിഷ്ണുവിന്റെ പരമഭക്തനായ ഒരു മകനുണ്ടായിരുന്നു. പ്രഹ്ലാദനെ വിഷ്ണുഭക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഹിരണ്യകശിപു പലതവണ ശ്രമിച്ചു. ഹിരണ്യകശിപു ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം നേടിയിരുന്നു. അതനുസരിച്ച് അവനെ പകലോ രാത്രിയിലോ വീടിനകത്തോ ആകാശത്തോ വെച്ച് കൊല്ലാൻ സാധിക്കില്ലായിരുന്നു. പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശിപുവിനെ വധിക്കുവാനും വേണ്ടിയാണ് മഹാവിഷ്ണു നരസിംഹമൂർത്തിയായി അവതരിച്ചത്. മനുഷ്യന്റെയും സിംഹത്തിന്റെയും രൂപത്തിലുള്ള ഈ അവതാരം സന്ധ്യാസമയത്ത്, അതായത് പകലും രാത്രിയുമല്ലാത്ത സമയം, വീടിന്റെ ഉമ്മറപ്പടിയിൽ വെച്ച്, അതായത് അകത്തും പുറത്തുമല്ലാത്ത സ്ഥലം, നഖങ്ങൾ ഉപയോഗിച്ച്, അതായത് ആയുധമല്ലാത്ത ഒന്നുകൊണ്ട് ഹിരണ്യകശിപുവിനെ മടിയിൽ വെച്ച്, അതായത് ഭൂമിയിലോ ആകാശത്തോ അല്ലാത്ത സ്ഥലത്ത് വെച്ച് വധിച്ചു. മഹാവിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമായാണ് നരസിംഹ ഭഗവാൻ വാഴ്ത്തപ്പെടുന്നത്. മഹാവിഷ്ണുവിന്റെ കണ്ണുകളിൽ പൊതുവെ ശാന്തതയാണെങ്കിൽ നരസിംഹ ഭഗവാൻ ഉഗ്രരൂപിയാണ്. തന്റെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ മഹാവിഷ്ണു ഒരു അർദ്ധ മനുഷ്യന്റെയും അർദ്ധ സിംഹത്തിന്റെയും രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഭക്തരിൽ വിശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് ഹിരണ്യകശിപുവിൽ നിന്ന് അദ്ദേഹം തന്റെ പരമഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിച്ചു. ഈ കഥയിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന സന്ദേശം എന്തെന്നാൽ, ഭഗവാനോട് തെറ്റുകൾ ചെയ്താൽ ഭഗവാൻ ക്ഷമിക്കും, എന്നാൽ ഭഗവാന്റെ ഭക്തനെ വേദനിപ്പിച്ചാൽ ഭഗവാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അതുപോലെ തന്നെ ഭഗവാൻ സദാസർവദാ ഭക്തന്റെ കൂടെ തന്നെയുണ്ടാകും. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിനെ ഭക്തപ്രിയനും ഭക്തദാസനും എന്ന് വിളിക്കുന്നത്. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യതേ സ്ഥാവരം ജംഗമം വിഷ്ണും സർവം വിഷ്ണുമയം ജഗത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് തെലങ്കാനയിലെ വാറങ്കൽ ജില്ലയിലെ മല്ലൂരിലുള്ള ഹേമജലം ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തെ കുറിച്ചാണ്. തൊട്ടാൽ രക്തമൊഴുകുന്ന നരസിംഹ വിഗ്രഹം, 4000 വർഷം പഴക്കം, അതീന്ദ്രിയ ലീലകൾ നിറഞ്ഞ ക്ഷേത്രം. തൊട്ടാൽ രക്തം കിനിയുന്ന ഒരു വിഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെ, ഈ വിഗ്രഹം മനുഷ്യ ശരീരം പോലെ മൃദുല സ്വഭാവം കാണിക്കുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ക്ഷേത്രത്തിലെ നരസിംഹ ഭഗവാന്റെ വിഗ്രഹം മനുഷ്യന്റെ തൊലി പോലെ മൃദുലമാണ്. 4000 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രം കാലത്തിന്റെ പരീക്ഷണങ്ങൾ കടന്ന് ഇന്നും നിലകൊള്ളുന്ന ഒരു വിസ്മയമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1500 അടി ഉയരത്തിൽ ഒരു പർവ്വതത്തിന് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടത്തെ ശ്രീലക്ഷ്മി നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠ ഈ കുന്നിൻ മുകളിൽ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടതാണെന്നാണ് വിശ്വാസം. ഹേമാചലം നരസിംഹസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചില രസകരമായ കാര്യങ്ങൾ ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്ഷേത്ര വിഗ്രഹത്തിന്റെ നിഗൂഢത, അതായത് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം ഇവിടത്തെ നരസിംഹ വിഗ്രഹമാണ്. ഏകദേശം 10 അടി ഉയരത്തിലാണ് പ്രതിഷ്ഠ. നരസിംഹ വിഗ്രഹത്തിന്റെ മൃദുലതയാണ് ഈ വിഗ്രഹത്തെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ നരസിംഹമൂർത്തി വിഗ്രഹത്തിൽ നിങ്ങൾ വിരലമർത്തിയാൽ അത് മനുഷ്യ ശരീരം പോലെ തോന്നും. അല്പം ശക്തമായി അമർത്തിയാൽ വിഗ്രഹത്തിൽ നിന്ന് രക്തം ഒഴുകുവാൻ തുടങ്ങും. ദേവന്റെ നാഭിയിൽ നിന്ന് രക്തത്തോട് സാമ്യമുള്ള ഒരു ദ്രാവകം ഒഴുകുന്നതിനാൽ ഇവിടെയുള്ള പൂജാരികൾ ഇത് തടയാനായി നരസിംഹ ഭഗവാന്റെ വിഗ്രഹം ചന്ദനച്ചാർത്ത് കൊണ്ട് മൂടുന്നു. ദേവന്റെ നാഭിയിൽ നിന്ന് ചന്ദനത്തിൽ അലിഞ്ഞ വെള്ളം ഒഴുകുന്നു. ഈ വെള്ളവും ചന്ദനവും ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. ഇത് ഗ്രഹദോഷം, സന്താനമില്ലായ്മ മുതലായ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് വിശ്വാസം. ഈ വിഗ്രഹം ഒരു സ്വയംഭൂ അല്ലെങ്കിൽ ഭൂഗർഭത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ഒന്നാണെന്നാണ് ഐതിഹ്യം.
നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം. അതായത് ജീവിതത്തിൽ സമാധാനവും സാന്ത്വനവും ദൈവാനുഗ്രഹവും തേടി വിദൂര ദിക്കുകളിൽ നിന്നുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിനായി വരുന്നു. ഇവിടെ എത്തുന്ന ഭക്തർക്ക് പ്രശ്നങ്ങളിൽ നിന്നും മോചനവും ഐശ്വര്യവും ആഗ്രഹ സാഫല്യവും ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് നരസിംഹ ഭഗവാന്റെ അനുഗ്രഹത്താൽ സന്താനഭാഗ്യം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. പടികൾ കയറി കഠിനമായ കയറ്റം പൂർത്തിയാക്കുന്നവരെ ഭഗവാൻ അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അത്ഭുത ജലപ്രവാഹം. നരസിംഹ ഭഗവാന്റെ താമരയിൽ നിന്നുത്ഭവിക്കുന്ന ഒരു ജലപ്രവാഹം ക്ഷേത്രത്തിനടുത്തായി ഒഴുകുന്നു. റാണി രുദ്രമാദേവിയാണ് ഈ നദിക്ക് ചിന്താമണി എന്ന് പേരിട്ടത്. പ്രാദേശികമായി ഇതിനെ ചിന്താമണി ജലപദം എന്ന് വിളിക്കുന്നു. ഈ ജലം പവിത്രവും ഔഷധ ഗുണമുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഭക്തർ കുന്നിൻ മുകളിലെ ഈ അരുവിയിൽ പുണ്യസ്നാനം ചെയ്യുന്നത് പതിവാണ്. ഈ വെള്ളം കുപ്പികളിൽ നിറച്ച് കൊണ്ടുപോകാറുമുണ്ട്. തെലങ്കാന സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ക്ഷേത്രത്തിനു ചുറ്റുമുള്ള പ്രദേശം സംരക്ഷിത ജൈവ വൈവിധ്യ മേഖലയാണ്. ഹേമജല ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം. അതായത് ഹേമാചല ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിന് 4000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. അഗസ്ത്യ മുനിയാണ് ഈ കുന്നിന് ഹേമാചലം എന്ന് പേരിട്ടത് എന്ന് പറയപ്പെടുന്നു. രാവണൻ തന്റെ സഹോദരി ശൂർപ്പണഖയ്ക്ക് സമ്മാനിച്ചതാണ് ഈ സ്ഥലമെന്നും ശ്രീരാമൻ 14,000 അസുരന്മാരോടൊപ്പം ഗരനെയും ദൂഷണനെയും ഈ സ്ഥലത്തിനടുത്ത് വെച്ച് കൊന്നുവെന്നും വിശ്വാസമുണ്ട്. വിജയനഗരത്തിലെ രാജാവായ കൃഷ്ണദേവരായരുടെയും കാകതീയ രാജവംശത്തിന്റെയും കാലത്താണ് ഈ ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിച്ചത്. ക്ഷേത്രാരാധനയ്ക്കായി നൽകിയ ഭൂമിയുടെയും ക്ഷേത്രപരിപാലനത്തിന് അനുവദിച്ച പണത്തിന്റെയും രേഖകൾ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൂടുതൽ ഭക്തർക്ക് സൗകര്യമൊരുക്കുന്നതിനായി ക്ഷേത്രത്തിൽ ഇപ്പോൾ വലിയ തോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഭഗവാനോടുള്ള സ്നേഹമാണ് ഭക്തി. ഭക്തിയിലേക്ക് ഒരാൾ കടക്കണമെങ്കിൽ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഭഗവാന്റെ കാര്യങ്ങൾ, കഥകൾ, ഭഗവാനെക്കുറിച്ചുള്ള അറിവ് കേൾക്കുവാനുള്ള ഒരു മനസ്സാണ്. 9 ഭക്തിഭാവങ്ങളാണ് ഉള്ളത്. ശ്രവണം, കീർത്തനം, മനനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, പാദപൂജനം, ആത്മനിവേദനം. 9ാമത്തെ പടിയായ ആത്മനിവേദനത്തിൽ എത്തുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് എത്തുന്നു. അതായത് മോക്ഷപ്രാപ്തി ലഭിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണു 10 അവതാരങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും തന്റെ ഭക്തന് വേണ്ടി മാത്രം എടുത്ത അവതാരമാണ് നരസിംഹാവതാരം. ഭക്തിയുടെ ഉത്തമ ഉദാഹരണമാണ് പ്രഹ്ലാദൻ. ഭഗവത്ഗീതയിൽ 4ാമത്തെ അധ്യായം സർവം ശ്രീ പ്രഹ്ലാദ പരിപാലകാർപ്പണമസ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.